ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ബൈനോമിയൽ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. അതിന് മുന്നേ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 219 പ്രോപ്പർട്ടീസ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ കൊടുത്തിട്ടുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് ജസ്റ്റ് കോൺസ്റ്റൻറ്റ് ഫോർമുലാസ് ആണ്. അത് അതേപോലെ തന്നെ പഠിക്കണം. അതായത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എൻ സി എക്സ് പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ്. അതാണ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ, അതായത് ഇപ്പോൾ നമുക്ക് രണ്ട് പാരാമീറ്റേഴ്സ് എൻ എന്നും അതേപോലെ പി എന്നും രണ്ട് പാരാമീറ്റേഴ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ മീൻ വാല്യൂ ആണ് മ്യൂ ഇസ് ഈക്വൽ ടു എൻ പി. മ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് മീനിനെയാണ്. ഇനി അതേപോലെ തന്നെ അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ്. അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതാണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ ഞാനിപ്പോൾ ഷോർട്ടായിട്ട് എഴുതിയതാണ് എസ് ഡി എന്ന്. സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതാണ് സിഗ്മ. സിഗ്മ ഈക്വൽ ടു റൂട്ട് ഓഫ് എൻ പി ക്യൂ. ഇതാണ് നമ്മുടെ സെക്കൻഡ് പ്രോപ്പർട്ടി. ഇനി അടുത്തത് നമുക്ക് നമ്മളുടെ ഡിസ്ട്രിബ്യൂഷനെ എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് 4 ഫോർമുലാസ് ഉണ്ട്. അതിനെ 4 സെൻട്രൽ മൊമെൻറ്റ്സ് എന്നാണ് പറയണത്. അതായത് ഈ മ്യൂക്ക് തന്നെ ഒരു 4 വാല്യൂസ് ഉണ്ട്. അതിനെ മൊമെൻറ്റ്സ് എന്നാണ് പറയണത്. അപ്പോൾ മ്യൂ 1 എന്ന് പറയുമ്പോൾ എപ്പോഴും 0 ആയിരിക്കും. അതായത് മീനിൻ്റെ ഫസ്റ്റ് വാല്യൂ 0 ആണ്. പിന്നെ മ്യൂ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ പി ക്യൂ. തേർഡ് ഫോർമുല മ്യൂ 3 എന്ന് പറഞ്ഞാൽ എൻ പി ക്യൂ മൈനസ് ക്യൂ മൈനസ് പി. മ്യൂ 4 എന്ന് പറഞ്ഞാൽ 3n സ്ക്വയർ പി സ്ക്വയർ ക്യൂ സ്ക്വയർ പ്ലസ് എൻ പി ക്യൂ ഇൻറ്റു 1 മൈനസ് 6 PQ. ഇതൊക്കെ ഇതിൻ്റെ പ്രോപ്പർട്ടീസാണ്. അതേപോലെ തന്നെ അത് പഠിക്കണം. ഇനി നാലാമത്തെ പ്രോപ്പർട്ടി സ്ക്യൂനെസ്. സ്ക്യൂനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ വരുന്നതാണ്. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ മീൻ മീഡിയൻ മോഡൊക്കെ പഠിച്ചിട്ടില്ലേ +2 അതിൻ്റെ കൂടെ തന്നെ വരുന്ന മറ്റൊരു പ്രോപ്പർട്ടിയാണ് സ്ക്യൂനെസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് റൂട്ട് ഓഫ് β1 ഈസ് ഈക്വൽ ടു മ്യൂ 3 ബൈ റൂട്ട് ഓഫ് മ്യൂ2 സ്ക്വയർ ഈക്വൽ ടു ക്യൂ മൈനസ് പി ബൈ റൂട്ട് ഓഫ് എൻ പി ക്യൂ. അടുത്ത അഞ്ചാമത്തെ പ്രോപ്പർട്ടിയാണ് കർട്ടോസിസ്. കർട്ടോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ β2 ഈസ് ഈക്വൽ ടു മ്യൂ 4 ബൈ മ്യൂ2 സ്ക്വയർ. അപ്പോൾ പിന്നെ ആറാമത്തെ പ്രോപ്പർട്ടി അത് മോഡ് എടുക്കുന്നതാണ്. മോഡിൻ്റെ ഇൻ്റഗ്രൽ എടുക്കാൻ നേരത്ത് n+1 ഇൻറ്റു പി ആൻഡ് n+1 ഇൻറ്റു പി മൈനസ് 1 എന്ന് കിട്ടും. ഇതിൽ 5 പ്രോപ്പർട്ടീസ് എങ്കിലും നിങ്ങൾ കറക്റ്റായിട്ട് പഠിക്കണം. അതായത് 1 തൊട്ട് 5 വരെ ഉള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ആറാമത്തെ വിട്ടുപോയാലും കുഴപ്പമില്ല. 1 തൊട്ട് 5 വരെ എന്തായാലും പഠിക്കുക. പ്രോപ്പർട്ടീസ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ അസംഷൻസ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഷുവറായിട്ടും ചോദിക്കും. ഇനി അടുത്തതാണ് നമ്മുടെ ബൈനോമിയൽ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ PDF ഫംഗ്ഷൻ എന്താണെന്ന് പഠിച്ചായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ പഠിക്കാൻ പോകുന്നതാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. അതായത് ഇപ്പോൾ നമുക്ക് എന്താണ് പറയേണ്ടത്, ഒരു എക്സ്പെരിമെൻറ്റ് n ടൈംസ്, അതായത് എത്രയോ പ്രാവശ്യം പെർഫോം ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര പ്രാവശ്യം ആ ഡിസ്ട്രിബ്യൂഷൻ പെർഫോം ചെയ്യുന്നു അത് ഇൻറ്റു അതിൻ്റെ പ്രോബബിലിറ്റി ഫംഗ്ഷൻ. അതായത് ഇപ്പോൾ ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയണമെങ്കിൽ നമ്മളൊരു കോയിൻ 5 പ്രാവശ്യം ടോസ് ചെയ്തു. ഇത് ആദ്യത്തെ എക്സ്പെരിമെൻ്റ് ആണ്. ഇനി ഇത് തന്നെ നമ്മൾ 20 പ്രാവശ്യം ചെയ്യണേണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന എക്സാമ്പിളാണ്. ഇത് തന്നെ നമ്മൾ 20 പ്രാവശ്യം ചെയ്യണേ. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് കണ്ടുപിടിക്കാനായിട്ട് n ഇൻറ്റു ഈ പി ഓഫ് എക്സ് എന്ന് പറഞ്ഞ് ചെയ്യും. അതായത് ഇത്രയും വരെ നമ്മുടെ പി ഓഫ് എക്സ് ആണ്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ PDF ഫംഗ്ഷനാണ്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഫോർമുലയാണ്. അപ്പോൾ ഇത് എത്ര പ്രാവശ്യം ചെയ്തു എന്ന് കണ്ടുപിടിക്കാനായിട്ട് പറയുന്നതാണ് നമ്മൾ ഈ ഫ്രീക്വൻസി കണ്ടുപിടിക്കുക എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എത്ര പ്രാവശ്യം ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, n ഇൻറ്റു ഈ തന്നിരിക്കുന്ന എക്സാമ്പിൾ. ഇപ്പോൾ ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞു. നമ്മളിപ്പോൾ ഒരു കോയിൻ 5 പ്രാവശ്യം ടോസ് ചെയ്തു. ഇത് തന്നെ 20 പ്രാവശ്യം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്, നമ്മളുടെ 20 പ്രാവശ്യമല്ലേ നമ്മൾ ചെയ്തത്. അപ്പോൾ നമ്മളുടെ ഈ ക്യാപിറ്റൽ N എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് 20 ആയിരിക്കും. പിന്നെ നമ്മൾ കോയിൻ എത്ര പ്രാവശ്യം ടോസ് ചെയ്തു, 5 ടൈംസ്. അപ്പോൾ നമ്മുടെ സ്മോൾ n 5 ആണ്.
പിയുടെ വാല്യൂ എന്താണ് ഞാൻ പറഞ്ഞു, ഫോർ എ സിംഗിൾ ടോസ് എപ്പോഴും 1/2 തന്നെ ആയിരിക്കും. ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ 1 - 1/2, അതും എന്താണ് 1/2 ആണ്. ഇനി നമ്മുടെ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തെന്ന് എഴുതാം, 5 × NCX. എന്നിൻ്റെ സ്ഥലത്ത് ഇവിടെ ഫോർമുല ബേസ് ചെയ്താണ് എഴുതുന്നത്. എന്നിൻ്റെ സ്ഥലത്ത് എന്ത് കൊടുക്കും, 5 എന്നല്ല, നമ്മുടെ ഫോർമുലയിൽ f(x) ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ ക്യാപിറ്റൽ N എന്തായിരുന്നു, നമ്മൾ 20 പ്രാവശ്യമാണ് ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ 20 × P(x). P(x) എന്ന് പറയുമ്പോൾ NCX അല്ലേ. NCXൻ്റെ സ്ഥലത്ത് എന്നിൻ്റെ അവിടെ എന്ത് വരും, 5 വരും. എക്സിൻ്റെ സ്ഥലത്ത് എന്ത് വരും, നമ്മൾ ആദ്യം ചൂസ് ചെയ്യുന്ന വാല്യൂ എപ്പോഴും 0 ആണ് അല്ലേ. ഇൻറ്റു 1/2 ഹോൾ റേസ് ടു 0 ഇൻറ്റു നമ്മുടെ ഫോർമുലയിൽ അടുത്ത ടേം എന്താണ്, Q റേസ് ടു N - X. അപ്പോൾ അവിടെ നിന്ന് വരും ഇൻറ്റു Q റേസ് ടു 5 - 0 എന്ന് പറഞ്ഞു ചെയ്യും. ഇതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത്. ഇനി എന്താണ്, 5 പ്രാവശ്യം ടോസ് ചെയ്തു. ഇനി എന്താണ്, N = വീണ്ടും എത്രയാണ്, സെക്കൻഡ് വാല്യൂ കൊടുക്കും അല്ലേ. എക്സിൻ്റെ വാല്യൂ 1 എന്നിട്ട് കൊടുക്കും. അപ്പോൾ എന്തെന്ന് വരും, 20 × 5C1, അങ്ങനെ 1/2 ഹോൾ റേസ് ടു 1 ഇൻറ്റു 1/2 ഹോൾ റേസ് ടു എത്രയാണ്, 5 - 1 4. ഇങ്ങനെ നമ്മൾ 5 പ്രാവശ്യം ചെയ്യും. അതാണ് ബൈനോമിയൽ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലത്തിലോട്ട് പോകാം. മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കണം. ഇനിയും മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ഡയറക്റ്റായിട്ട് മെസ്സേജ് ചെയ്ത് ചോദിക്കാം. ഇനി നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ ഒരു എക്സാമ്പിൾ, അത് പേജ് നമ്പർ എത്രയാണോ 221 തന്നിട്ടുണ്ട്. ഈ 5 coins are tossed 320 times എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് N = 5. അപ്പോൾ ഒരു കോയിൻ എത്രയാണ്, 320 പ്രാവശ്യം ടോസ് ചെയ്തെന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. അപ്പോൾ എത്ര കോയിൻസാണ്, 5 കോയിൻസാണ്. അപ്പോൾ അതാണ് നമ്മളുടെ സ്മോൾ n എന്ന് പറയണത്. സ്മോൾ n എന്ന് പറയുന്നതിൻ്റെ വാല്യൂ എത്രയാണ്, 5 ആണ് അല്ലേ. ഇനി എത്ര പ്രാവശ്യം ടോസ് ചെയ്തു, 320. അപ്പോൾ അതാണ് നമ്മളുടെ ക്യാപിറ്റൽ N എന്ന് പറയുന്നത്, 320. ഇനി നമ്പർ ഓഫ് ഹെഡ്സിൻ്റെ സമയത്ത് നമ്മൾ എത്രയാണ്, 5 പ്രാവശ്യമല്ലേ ചെയ്തത്. അപ്പോൾ ഇവിടെ നമ്മൾ 5 പ്രാവശ്യം നമ്പർ ഓഫ് ഹെഡ്സ് ഇട്ട് P(x) കണ്ടുപിടിക്കണം. 0 1 2 3 4 5, അങ്ങനെ 5 പ്രാവശ്യം നമ്മളിത് ചെയ്ത് കണ്ടുപിടിക്കണം. പിന്നെ P(x)ൻ്റെ സ്ഥലത്ത് എന്തെന്ന് വരും, P(x) എന്തായിരുന്നു ഫോർമുല, NCX P(x) Q N - X. അപ്പോൾ എന്നിൻ്റെ സ്ഥലത്ത് ആദ്യത്തെ വാല്യൂ. ഇനി ഒരു കാര്യമുണ്ട്, നമ്മളിവിടെ എപ്പോഴും ചെയ്യുന്നത് ഇങ്ങനെയല്ലേ, NCX ഇട്ടല്ലേ. എന്നിൻ്റെ സ്ഥലത്ത് എന്തായിരിക്കും വാല്യൂ, 5 ആണ്. സിയുടെ സ്ഥലത്ത് എന്താണ്, 0 ആണ്. പിയുടെ സ്ഥലത്ത് എന്താണ്, 1/2 ഹോൾ റേസ് ടു P(x) എന്നാണ്. അപ്പോൾ ഇവിടെ നിന്ന് വരും 1/2 റേസ് ടു 0. അടുത്ത എന്താണ്, Q റേസ് ടു 1/2 തന്നെ, 1/2 റേസ് ടു 5 - 0. ഇതല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഈ 0യ്ക്കും 1നും നമ്മൾ ഇങ്ങനെ ഇത്രയും നീട്ടി ചെയ്യേണ്ട കാര്യം എന്താണ്, 5C0 എന്ന് പറഞ്ഞു കഴിഞ്ഞാലും 1 ആണ്, 5C5 എന്ന് പറഞ്ഞു കഴിഞ്ഞാലും 1 ആണ്. അപ്പോൾ നമ്മൾ ടെക്സ്റ്റിൽ തന്നെ ഏതാണ്, പേജ് നമ്പർ 215 ഞാനിപ്പോൾ ആ ടേബിൾ കാണിച്ചു തരാം. അതിലൊരു എളുപ്പവഴി പറഞ്ഞിട്ടുണ്ട്. ഇതാണ്ട 0യും 1ഉം വരാൻ നേരത്ത് നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം. 0 ആണെങ്കിൽ Q റേസ് ടു N എന്ന് കണ്ടുപിടിച്ചാൽ മതി. ഇനി 1 ആണെങ്കിൽ NPQ റേസ് ടു N കണ്ടുപിടിച്ചാൽ മതി. 2 ആണെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കണ്ടുപിടിക്കണം. 3 ആണെങ്കിലും കണ്ടുപിടിക്കണം. പിന്നെ നമ്മുടെ ലാസ്റ്റത്തത്, അതായത് ഇപ്പോൾ 5C5 അല്ലെങ്കിൽ 3C3, അങ്ങനെ രണ്ടും ഒരേ നമ്പർ ആകുമ്പോൾ നമുക്ക് P റേസ് ടു N മാത്രം കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ അതുപോലെ അത് യൂസ് ചെയ്ത് നമുക്ക് ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റത്തെ കേസിൽ നമ്മളിപ്പോൾ എന്താ ചെയ്യാൻ പോണത്, Q റേസ് ടു N ആണ് അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ്, 1/2 റേസ് ടു N ഇവിടെ എത്രയാണ്, 5 ആണ്. അപ്പോൾ ഇത്രയും പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 1/32 കിട്ടും. സെക്കൻഡ് കേസിൽ എന്താണ്, 1 അല്ലേ. 1 വരുമ്പോഴും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫോർമുല ഏതാണ്, NPQ റേസ് ടു N - 1. NPQ റേസ് ടു N - 1. അപ്പോൾ എന്തെന്ന് ചെയ്യാം, എന്നിൻ്റെ വാല്യൂ എന്തായിരുന്നു, 5 ആണ്. 5 ×
പിയുടെ വാല്യൂ 1/2 ഇൻറ്റു ക്യൂയുടെ വാല്യൂ എത്രയാണ് 1/2 റേസ് ടു n-1 എത്രയാണ് 5 - 1 4. അപ്പോൾ നമുക്ക് ആൻസർ 5/32 എന്ന് കിട്ടും. 5/32 എന്ന് കിട്ടും. ഇനി അടുത്ത കേസിൽ നമ്മൾ ഈ ഫോർമുല തന്നെ യൂസ് ചെയ്യണം. NCx ഇൻറ്റു പി റേസ് ടു എക്സ് ഇൻറ്റു ക്യൂ റേസ് ടു n-x. ഇപ്പോൾ ഇവിടെ എന്തെന്ന് വരും? എന്നിൻ്റെ സ്ഥലത്ത് എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? 5 C2. അടുത്തത് പിയുടെ വാല്യൂ 1/2 റേസ് ടു എക്സിൻ്റെ വാല്യൂ 2. അടുത്ത ക്യൂ റേസ് ടു 1/2 റേസ് ടു എത്രയാണ് n-x 5 - 2. ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ആൻസർ 10/32 എന്ന് കിട്ടും. ടെക്സ്റ്റിലുണ്ട് കേട്ടോ ഈ ആൻസർ, പേജ് നമ്പർ 221. 3 വരുമ്പോഴും ഇതേപോലെ തന്നെ ചെയ്യണം. 4 വരുമ്പോഴും സെയിം മെത്തേഡ്. ഇനി 5 വരുമ്പോൾ നമുക്ക് ആ പെർട്ടിക്കുലർ ഫോർമുല യൂസ് ചെയ്യാം. അതായത് പി റേസ് ടു n എന്ന് പറയുന്ന ഫോർമുല ഈക്വൽ ടു എന്തെന്ന് വരും? പി റേസ് ടു n 1/2 റേസ് ടു എന്നിൻ്റെ വാല്യൂ 5. അപ്പോൾ നമുക്ക് വീണ്ടും ആൻസർ 1/32 കിട്ടും. ഇതാണ് നമ്മുടെ പി ഓഫ് എക്സ്. ഇനി n ഇൻറ്റു പി ഓഫ് എക്സ് നമ്മുടെ മൂന്നാമത്തെ കോളം. n ഇവിടെ എത്രയാണ് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞത്? 320 അല്ലേ? ക്വസ്റ്റ്യനിൽ പറഞ്ഞത് എന്താണ്? 320 ടൈംസ് ആണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഇവിടെ 320 ഇൻറ്റു ഈ പി ഓഫ് എക്സിൻ്റെ വാല്യൂ എത്രയെന്ന് 1/32. അപ്പോൾ ആൻസർ 10 എന്ന് കിട്ടും. അടുത്ത 320 ഇൻറ്റു 5/32. അപ്പോൾ ആൻസർ 50 എന്ന് കിട്ടും. അടുത്തതും 320 ഇൻറ്റു 10/32 ഈക്വൽ ടു 100 എന്ന് കിട്ടും. അങ്ങനെ ഓരോ വാല്യൂസും നമ്മൾ എത്രയാണ് 5 വരെ കണ്ടുപിടിക്കുക. ഇതാണ് ബൈനോമിയൽ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ. മനസ്സിലായല്ലോ? ഡൗട്ടില്ലല്ലോ? ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലംസിലോട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ അയച്ചു തരാം.